എന്നിട്ട് അമ്മ പുറത്തൊരു ഓട്ട. ഇതെന്റെ മൂത്ത മോൻ ഞാൻ ഇത് വെച്ചും കൊണ്ട് തിരിഞ്ഞപ്പോ എന്റെ ഉടുപ്പിന്റെ വാറമ്മ പിടിച്ചു. ഞാനും പ്രതീക്ഷിച്ചില്ല ഇതിങ്ങനെ കീറി പോയിരുന്നു. ഉടുപ്പ് അങ്ങോട്ട് വലിച്ചു കീറി. ഞാൻ വള്ളിമ വെറുതെ ഇങ്ങനെ പിടിച്ചതാ. മമ്മി അങ്ങോട്ട് നടന്നു പോയി. ഞാൻ കീറാൻ വേണ്ടി പിടിച്ചല്ല, അത് വെറുതെ ഇങ്ങനെ പിടിച്ചപ്പോ കീറി. അപ്പൊ ഇളയ മോൻ ചോദിക്കുന്നു മമ്മിയുടെ ഉടുപ്പ് ഇത്ര പഴയതാർന്നോ, എന്നിട്ട് മമ്മിക്ക് പുതിയത് മേടിക്കാനല്ലേന്ന്. ഇപ്പൊ കിട്ടും പുതിയത് മൂവ് മേടിച്ചല്ലേന്ന്. അപ്പൊ ദേ മക്കളെ മമ്മി ഇന്ന് വന്നേക്കുന്നത് ദേ എന്താന്ന് മനസ്സിലായ? ഇതാണ് ചക്കരച്ചോറ്. ഇത്ര നേരം അരി വറ്റിച്ചെന്ന് പറഞ്ഞിട്ട് അല്ല, അരി വറ്റിച്ചത് വേറെ. അരി വറ്റിച്ചതിനെയും ചക്കരച്ചോറിനെയൊക്കെ ഇത് തന്നെ പറയാ. ചക്കര ശർക്കര ഇട്ട് ഏലക്കായ തേങ്ങയൊക്കെ അടിച്ചിട്ട് വേവിച്ച് അത് കുത്തരിയുടെയാണ്. കുത്തരിയാ? പച്ച കുത്തരി, പച്ചരി കുത്തരി. ഇതിന് എന്താ പ്രശ്നങ്ങളുണ്ട് കാര്യമായിട്ട്? ഇപ്പൊ കുറച്ചു നേരത്തെ ഇവിടെ ആ നീല സ്റ്റൂളുണ്ട്, ഡാർക്ക് നീല. ആ സാധനത്തുമ്പോ ആള് പോയി ഇരുന്നതാ, നേരം മലന്ന് ഇത് അങ്ങോട്ട് വീണു ആ മിഷ്യത്തുമ്മക്ക്. എന്തിട്ട് പറ്റിയെന്ന് എനിക്കറിയില്ല. അത് ഇങ്ങനെയാണ് കുറെ നാള് റിലേയും കാലത്തൊട്ട് ഇത് ഇങ്ങനത്തെയാണ് പ്രശ്നങ്ങള്. ഹോബീസ് ഉള്ള അതൊക്കെയാണ്, ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴ, ദേഷ്യപ്പെടാ, ഇതൊക്കെയാണ് ഹോബീസ്. വെറുതെ ഇങ്ങനെ നമ്മുടെ മേത്ത് ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും, അതൊക്കെയാണ് ആളുടെ ഹോബീസ്. അമ്മൂസ് ഇപ്പൊ വന്നോളൂ കടയിലേ, പിന്നെ ജോലി കഴിഞ്ഞ് വന്നോളൂ. ഒരു കയ്യിന്റെ അര കയ്യിൽ മതി. പിന്നെ തന്നെ അല്ല ചോറ് തിന്ന് ഞാൻ ഇപ്പൊ ഈ സാധനം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ. എങ്ങനെയുണ്ട് നോക്കി. നല്ല ചൂടുണ്ട് സാധനത്തിന്. ചൂടാറുന്നോടെ എന്നാലും ഇതിന്റെ ടേസ്റ്റ്. ഇത് ഇവിടെ വെക്കണം, എവിടെ ഫ്രിഡ്ജിൽ വെക്കണം. ഇത് തണുപ്പിച്ച് മധുരം കുറവാ. മധുരം കുറവാ, പക്ഷെ എനിക്ക് നോക്കേ അവന്റെ ഐഡിയ എടുത്താനുള്ള അതിനെ നോക്കേ. മമ്മിക്ക് ഭയങ്കര കഴിവാണ് ഞാൻ സാധനങ്ങളൊക്കെ എന്താണെന്നറിയില്ല. മക്കളെ ഓക്കെ കൊറേ നാളെ എനിക്ക്